ഇടുക്കി വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിനെ കോടതി വെറുതെ വിട്ടല്ലോ. അത് എപ്പോഴായിരുന്നു സംഭവം? 2021 ജൂൺ 30-നാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. അപ്പം ആദ്യം പോലീസ് പറഞ്ഞത് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഷാള് കഴുത്തി കുരുങ്ങിയതായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു കഴിഞ്ഞപ്പോഴാണ് കുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അതിനുശേഷം ജൂലൈ 4-ന് അടുത്ത അയൽവാസിയായിട്ടുള്ള അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 78 ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അന്നത്തെ വണ്ടിപ്പെരിയാർ CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കുട്ടിയെ ഇയാൾ 3 വയസ്സ് മുതൽ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ സംഭവം നടന്ന ദിവസം ഇയാൾ വീട്ടിൽ വന്നു. കുട്ടിയെ ഉപദ്രവിക്കുന്നതിനിടയിൽ കുട്ടി ബോധരഹിതയായി. ഇപ്പം മരിച്ചെന്ന് വിചാരിച്ചതുകൊണ്ട് ഇയാൾ ഷാളിൽ കുട്ടിയെ കെട്ടിത്തൂക്കിയെന്ന് പ്രതി മൊഴി നൽകിയതായിട്ടാണ് പോലീസ് പറഞ്ഞത്. അർജുനെതിരെ കൊലപാതകം, ബലാത്സംഗം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഇതൊക്കെ ചുമത്തിയിരുന്നു. കേസിൽ സാക്ഷികളായിരുന്ന 48 പേരെ വിസ്തരിച്ചു. 69-ലധികം രേഖകളും 16ഓളം തെളിവുകളും ഒക്കെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നിട്ടും അർജുനെതിരെ ചുമത്തിയ കൊലപാതകവും ബലാത്സംഗവും ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി അർജുനെ വെറുതെ വിട്ടത്. ഈ വിധി പ്രസ്താവത്തിന് ശേഷം വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത്. കോടതിയിൽ കുട്ടിയുടെ അമ്മയും കുടുംബാംഗങ്ങളും പൊട്ടിക്കരഞ്ഞു. കുട്ടിയുടെ അമ്മ നിലത്ത് കിടന്നുരുണ്ടും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് പോലീസ് അവരെ സ്ഥലത്ത് നിന്ന് മാറ്റിയത്. 14 വർഷം കുഞ്ഞുണ്ടാവാതിരുന്നിട്ട് ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞിനെയാണ് അവൻ കൊന്നതെന്നും തങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ലെന്നും കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു. നിങ്ങളുടെ കുഞ്ഞിനാണ് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അവരെ വെറുതെ വിടുമോ? അവനെ ഞങ്ങൾ വെറുതെ വിടില്ല, തൻ്റെ ഭർത്താവ് അവനെ കൊന്ന് ജയിലിൽ പോകും. ഇങ്ങനെയൊക്കെയാണ് കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജഡ്ജിയും ഒരു സ്ത്രീയല്ലേ എന്നിട്ടാണോ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെയായിരുന്നു കുടുംബാംഗങ്ങളും പ്രതികരിക്കുന്നത്. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതിക്കെതിരെയുള്ള നാട്ടുകാരുടെ രോഷപ്രകടനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പ്രതിഭാഗ അഭിഭാഷകൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഒരാളെ പോലീസ് പ്രതിയാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പോലീസുകാർ തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവുകളാണ്. ആ തെളിവുകളെല്ലാം തന്നെ ഇഴകേറി പരിശോധിച്ച ശേഷമാണ് കോടതി ഇത്തരം ഒരു ഉത്തരവിലേക്ക് എത്തിയത്. കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവുകളല്ലാതെ എന്ത് ശാസ്ത്രീയ തെളിവുകളാണ് പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ചോദിക്കുന്നത്. അർജുൻ അപ്പോൾ ശരിക്കും കുറ്റക്കാരനല്ലേ? കുറ്റക്കാരൻ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് പോലീസല്ല, കോടതിയാണ്. ഇതിൽ അർജുനെതിരെ ചുമത്തിയ കൊലപാതകവും ബലാത്സംഗവും ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറഞ്ഞ അർജുനെ വെറുതെ വിടുമ്പോൾ ഇനി ഒരു പുനരന്വേഷണം എന്തായാലും ഉണ്ടാവും. അതിലൂടെ യഥാർത്ഥ പ്രതി പിടിക്കപ്പെടുമെന്നും അയാൾക്ക് മാക്സിമം ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. ഒരു കേസിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കോടതി വിചാരിക്കുക. കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്. കോടതി പറയുന്നതാണ് വിധി. മുന്നേയും പല കേസുകളിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ശരിക്കും കുറ്റം ചെയ്തവർ നിരപരാധികളാന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു കേസിൽ എന്തായാലും പുനരന്വേഷണം തന്നെയാണ് ആവശ്യം. അതിലൂടെ സത്യം പുറത്തു വരട്ടെ.